ഇന്ന് ഓശാന ഞായറല്ലേ, എല്ലാവരും പള്ളിയിലൊക്കെ പോയോ? അപ്പം ഞങ്ങൾ രണ്ടുപേരും പള്ളിയിലൊക്കെ പോയിട്ട് വന്നിരിക്കുകയാണ്. നമുക്ക് ഓലയൊക്കെ കിട്ടി. അത് നമുക്ക് വളരെ സൂക്ഷിച്ച് നമ്മുടെ ഈശോയുടെ രൂപത്തിൻ്റെ മുമ്പിലോ കൊണ്ടുവച്ചേക്കാം. അവിടെ അത് ഭദ്രമായിട്ടിരിക്കട്ടെ അല്ലേ. ഇനി നമുക്ക് പെസഹായ്ക്ക് അതൊക്കെ എടുത്ത് നമുക്ക് ഉണ്ടാക്കി അപ്പമൊക്കെ ഉണ്ടാക്കണമല്ലോ. അതിനുവേണ്ടി നമുക്ക് ഭദ്രമായിട്ട് വെക്കാം. ഇനി നമുക്ക് ചോറൊക്കെ ഉണ്ണട്ടെ. നമ്മൾ വിശന്നാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് ചോറുണ്ണണം. അപ്പം ഞാൻ കുറച്ച് മസൽസ് ഇവിടെ ഇന്നലെ തന്നെ തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു, മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഫ്രഷ് ആയിട്ടുള്ള മസൽസ് ഇവിടെ കോസ്കോ എന്ന് പറഞ്ഞ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് അത് നമ്മൾ വെള്ളത്തിനകത്തിട്ട് ബോയിൽ ചെയ്യുമ്പോഴത്തേനും അതിനകത്തുനിന്ന് ഇതിൻ്റെ ഈ മീറ്റ് നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ എടുത്താണ് കേട്ടോ. അത് ഫ്രഷ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ടേസ്റ്റ് കാണും. അങ്ങനെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഫ്രോസൺ ആയിട്ട് തന്നെ ഇവിടെ കിട്ടും. അതിനും കുറച്ചുകൂടെ ടേസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ മീൻ വറുക്കാൻ ഉപയോഗിക്കുന്നതെല്ലാം തന്നെ തിരുമ്മി വെച്ചാൽ മതി. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ചോറൊക്കെ ഒന്ന് ഒഴിച്ചേക്കാം. കുറച്ച് ചോറെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ സാൽമൺ മാങ്ങ ഇട്ട് വെച്ചതാണ്. അത് 2 ദിവസമായി, അതുകൊണ്ട് തന്നെ അതിൻ്റെ ചാറൊക്കെ കുറച്ച് വറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ലോങ് ബീൻസ് ഉണ്ടല്ലോ, നമ്മുടെ അച്ചിങ്ങാപ്പയർ, അത് തോരനും, പിന്നെ നമുക്ക് കുറച്ച് കടുക് മാങ്ങായും കൂടെ എടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ കൂടി നമുക്കൊന്ന് കഴിച്ച് നോക്കാം. നല്ല അടിപൊളിയാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ ഉച്ചയ്ക്ക് ചോറൊക്കെ ഉണ്ണാനായിട്ട് പള്ളിയിൽ നിന്ന് കഴിഞ്ഞ് വരുമ്പോൾ ഒരു പ്രത്യേക ഉത്സാഹമാണല്ലോ. അപ്പോൾ കുറച്ച് ഐസ്ക്രീമും കൂടെ കഴിച്ച് ഇന്നത്തെ സൺഡേ നമുക്കങ്ങ് ആഘോഷിക്കാം. എന്തായാലും എല്ലാവർക്കും ഹാപ്പി ഓശാന.